LGSന് മാത്രമല്ല മറ്റെല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ലെവല് തൊട്ട് മുകളിലേക്കുള്ള പരീക്ഷകളിലെല്ലാം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണിത്. ഹലോ, അപർണ ഹിയർ. വെൽക്കം ടു മൈ ക്ലാസ് റൂം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. എന്താണ് ആ കൊടുങ്കാറ്റ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ വീഡിയോ ആണിത്. അപ്പൊ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല. ഇന്ന് എന്താണ് നോക്കാനുള്ളത്? ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന പുസ്തകത്തിൽ നിന്നൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരുകിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. അപ്പോൾ 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1857 കലാപം. വെരി 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 ഇമ്പോർട്ടന്റ്. കേരള PSCയുടെ ഏത് പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്നത്. മിക്ക പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിനു മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അതായിരുന്നു പറഞ്ഞത്. ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അതെല്ലാം തന്നെ അവർ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു ഏത് 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു ഏതൊക്കെ? സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസും അതുപോലെ ദത്താവകാശ നിരോധന നിയമം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സും. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് പോളിസി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഏത് ഗവർണർ ജനറൽ ആയിരുന്നു? വെല്ലസ്ലി പ്രഭു ആണ് കേട്ടോ. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതായി വന്നു. എന്തൊക്കെയാണ് ആ വ്യവസ്ഥകൾ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. പാർപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെയോ, ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവിന് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അതായത് ഒരു സ്വാതന്ത്ര്യവും അവിടുത്തെ നാട്ടുരാജ്യത്തിന് കൊടുത്തിരുന്നില്ല. ഇനി ഈ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെട്ടാലോ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കും. ഇനി എന്താണ് ദത്താവകാശ നിരോധന നിയമം? ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പോ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ. ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു.
ഉം. ദുർഭരണം ആരോപിച്ച് അവധ് അല്ലെങ്കിൽ ഔധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർ ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുൻപ് ഈ കവറ് കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു. ഈ പ്രചാരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചതാരാണ്? അത് ബരക്പൂറിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെ ആയിരുന്നു. കണ്ടേ, മംഗൽ പാണ്ഡെയുടെ ചിത്രം കണ്ടോ? ഈ മംഗൽ പാണ്ഡെ ആയിരുന്നു ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. എന്നിട്ടോ, തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8-ന്, നോക്കി വെച്ചോളൂ ട്ടോ, 1857 ഏപ്രിൽ 8-ന് ബ്രിട്ടീഷുകാർ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. അപ്പൊ ആദ്യത്തെ രക്തസാക്ഷി, 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മംഗൽ പാണ്ഡെയാണ്. മംഗൽ പാണ്ഡെ. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അപ്പൊ 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദ്യം വന്നാൽ ഉത്തരം എന്താണ്? മീററ്റ് ആണ്. മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. മംഗൽ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേരെന്തായിരുന്നു? സാധാരണക്കാരായിരുന്നു. ഉം. ബ്രിട്ടീഷുകാരുടെ ആ, ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കേട്ടോ. കൻവർ സിംഗിന്റെ കഥ നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ് അല്ലെ? 1857 കലാപ സമയത്ത് അദ്ദേഹം എന്ത് ധീരനായിരുന്നു എന്ന് നമുക്ക് ആ വായിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അവരിൽ കുറച്ചുപേരെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ SCERT കൊടുത്തേക്കുന്ന ഒരു കോളമാണിത്. അതുകൊണ്ട് നമ്മൾ ഇത് എന്തായാലും പഠിച്ചിരിക്കണം. കലാപത്തിന് നേതൃത്വം നൽകിയവരും അതുപോലെ കലാപം നടന്ന സ്ഥലവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനുമാണ്. ബഹദൂർ ഷാ രണ്ടാമൻ, ഭക്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തിയത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇതൊക്കെ ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. ഡൽഹിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? ബഹദൂർ ഷാ രണ്ടാമൻ ചോദിക്കാറുണ്ട്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തിയ വ്യക്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി ജനറൽ ഭക്ത് ഖാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു. ഇനി ഝാൻസി. ഝാൻസിയിൽ നമുക്കറിയാം ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മി ഭായി ആണ് കേട്ടോ. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായി.
ഇനി കാൺപൂരിലോ? കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ്. നാനാ സാഹിബ് ഡോണ്ടു പന്ത് എന്നാണ് യഥാർത്ഥ പേര്. ഡോണ്ടു പന്താണ് നാനാ സാഹിബ്. മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പി അദ്ദേഹത്തിന്റെ സൈനിക തലവനാണ്. നാനാ സാഹിബിന്റെ സൈനിക തലവനാണ് ആര്? താന്തിയ തോപ്പി. ഈ താന്തിയ തോപ്പിയുടെ ശരിക്കുള്ള പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച വ്യക്തിയാണ് ആര്? താന്തിയ തോപ്പി. ഇനി ലക്നൌവിൽ ആരാണ്? ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇതൊക്കെ LGSന്റെ ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. ബീഗം ഹസ്രത്ത് മഹൽ LGSന് മാത്രമല്ല മറ്റെല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ലെവല് തൊട്ട് മുകളിലേക്കുള്ള പരീക്ഷകളിലെല്ലാം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണിത്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ ഭരണാധികാരിയാണ്. അവധിലെ ഭരണാധികാരി. ഇനി ബീഹാറിലെ ആരയിൽ ആരാണ്? കൻവർ സിംഗ്. കൻവർ. ആരയില്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് ആര്? കൻവർ സിംഗ് എന്ന് പറയുന്നത്. കൻവർ സിംഗ്. 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പരിമിതികൾ? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. ഇനി 1857 കലാപവും അതുമായി ബന്ധപ്പെട്ട സിനിമയും സാഹിത്യവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരുന്ന കാര്യമാണ്. ഒന്ന് മോഹൻ സിൻഹയുടെ 1857. മോഹൻ സിൻഹയുടെ 1857. കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ് സംവിധാനം ചെയ്തത് ആരാണ്? കേതൻ മെഹ്ത. പിന്നെ കൃഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്വീൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ. ഇതൊക്കെ എന്താണ്? ചലച്ചിത്രങ്ങളാണ്, മൂവീസ് ആണ്. 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമകളാണ് ഏതൊക്കെ? കേതൻ മെഹ്തയുടെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, കൃഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്വീൻ ഓഫ് ഝാൻസി, അതുപോലെ മോഹൻ സിൻഹയുടെ 1857. പിന്നെ മഹാശ്വേതാ ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി. ഇതെന്താണ്? ഇത് നോവലുകളാണ്. ഇത് 1857 കലാപവും പശ്ചാത്തലമാക്കിയിട്ട് എഴുതിയിട്ടുള്ള നോവലുകളാണ്. ഏതൊക്കെ? അമൃതം തേടിയൊക്കെ പ്രീവിയസ് ആണ്. അമൃതം തേടി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി, മഹാശ്വേതാ ദേവിയുടെ ഝാൻസി റാണി. ഓക്കെ അല്ലേ? ഇനി പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയത് 1857 കലാപം തന്നെയാണ്. പക്ഷെ അത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയിരുന്നു. എങ്കിൽ പോലും ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് പ്രചോദനമായി. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ഈ പാഠഭാഗത്തിൽ നോക്കാനുള്ളത്. ഇനിയും വിശദമായി നമുക്ക് മറ്റൊരു SCERT ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.